ഇന്ത്യയുടെ തലസ്ഥാനമായ ദില്ലിയിലെ മഹത്തായ ഒരു ചരിത്ര സ്മാരകവും ആർക്കിടെക്ചറലും സാംസ്കാരികമായുമുള്ള അപൂർവ ധനവുമാണ് കുത്തബ് മിനാർ. ഈ മിനാരം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശില്പനിർമ്മിത ഗോപുരങ്ങളിൽ ഒന്നാണ്. ഏകദേശം 72.5 മീറ്റർ ഉയരമുള്ള കുത്തബ് മിനാറിന് 5 നിലകളാണുള്ളത്. ഇതിൻ്റെ അടിഭാഗത്തെ വ്യാസം ഏകദേശം 14.3 മീറ്ററാണ്. ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലെത്തുമ്പോൾ വ്യാസം ഏകദേശം 2.7 മീറ്ററായി കുറയുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുത്തബ് സമുച്ചയം എന്ന കെട്ടിട സമുച്ചയത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. AD 1192 അടിമവംശ സ്ഥാപകനായ കുത്തബ് ഉദ്ദീൻ ഐബക്ക് ആണ് കുത്തബ് മിനാറിന്റെ നിർമ്മാണം ആരംഭിച്ചത്. മധ്യേഷ്യയിൽ ജനിച്ച ഐബക്ക് ഒരു അടിമയായാണ് വളർന്നത്. പിന്നീട് മുഹമ്മദ് ഗോറിയുടെ വിശ്വസ്തനായ സൈന്യാധിപനായി മാറി. ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയ പ്രധാന ഭരണാധികാരികളിൽ ഒരാളാണ് മുഹമ്മദ് ഗോറി. 1202 ഗോറിയുടെ മരണശേഷം കുത്തബ് ഉദ്ദീൻ ഐബക്ക് സ്വതന്ത്ര ഭരണാധികാരിയായി അധികാരം ഏറ്റെടുക്കുകയായിരുന്നു. വിജയത്തിന്റെ പ്രതീകമായിട്ടാണ് കുത്തബ് മിനാർ നിർമ്മിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. എന്നാൽ അദ്ദേഹത്തിന് 1-ാം നില മാത്രമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞുള്ളൂ. 1210 ലാഹോറിൽ വെച്ച് ചൗഗാൻ കളിക്കുന്നതിനിടെ കുതിരപ്പുറത്ത് നിന്ന് വീണാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിന് മരണശേഷം പിൻഗാമിയായ ഇൽത്തുമിഷ് അധികാരം ഏറ്റെടുക്കുകയും 1220ഓടെ മറ്റ് 3 നിലകൾ കൂടി പണിയിപ്പിക്കുകയും ചെയ്തു. 1369 ഇടിമിന്നൽ മൂലം മിനാറിന്റെ മുകൾ നിരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. തുടർന്ന് ഫിറോസ് ഷാ തുഗ്ലക് അത് നന്നാക്കുകയും നിലവിലുള്ള അവസാനത്തെ 2 നിലകൾ കൂടി നിർമ്മിക്കുകയും ചെയ്തു. പിന്നീട് 1505 ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് സിക്കന്ദർ ലോധിയും ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട്. 5 നിലകളുള്ള ഈ ഗോപുരത്തിന്റെ താഴത്തെ 3 നിലകൾ ചുവന്ന മണൽക്കല്ലുകൊണ്ടും മുകളിലത്തെ 2 നിലകൾ മാർബിളും മണൽക്കല്ലും ഉപയോഗിച്ചുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. മിനാറിന്റെ പുറം ഭാഗത്ത് ഖുറാൻ സൂക്തങ്ങളും അതിമനോഹരമായ കൊത്തുപണികളും കാണാം. മുകളിലേക്ക് കയറാൻ ഏകദേശം 379 പടികളുണ്ട്. 1974 മുൻപ് വരെ സന്ദർശകർക്ക് കുത്തബ് മിനാറിന് മുകളിലേക്ക് പ്രവേശനമുണ്ടായിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ഇപ്പോൾ പ്രവേശനം അനുവദനീയമല്ല. കുത്തബ് മിനാർ പ്രധാനമായും ചുവന്ന മണൽക്കല്ലിൽ നിർമ്മിച്ചതാണ്. എന്നാൽ മാർബിൾ ഉപയോഗവും ചില ഭാഗങ്ങളിൽ കാണാം. ഇത് അഫ്ഗാൻ സാങ്കേതിക വിദ്യയുടെ സ്വാധീനത്തോടെ നിർമ്മിച്ചതാണ്. എന്നാൽ ഇന്ത്യൻ ശില്പകലയുടെ സവിശേഷതകളും ഇതിൽ നിറഞ്ഞു കാണാം. മിനാറിന്റെ പുറത്തെ ഭിത്തികളിൽ ഖുറാൻ വചനങ്ങളുടെയും ആലങ്കാരിക കലാലേഖനങ്ങളുടെയും കൊത്തുപണികൾ കാണാം. ഓരോ നിലകൾക്കും വേറിട്ട ബാൽക്കണികളും ശില്പപരമായ അലങ്കാരങ്ങളുമുണ്ട്. കുത്തബ് മിനാറിന്റെ ചുറ്റുപാടിലുള്ള പ്രദേശം കുത്തബ് സമുച്ചയം എന്നറിയപ്പെടുന്നു. കുത്തബ് സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ടതായ ഖവത്തുൽ ഇസ്ലാം മസ്ജിദ് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളിയെന്ന് കണക്കാക്കപ്പെടുന്നു. കൂടാതെ പ്രശസ്തമായ അയൺ പില്ലർ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. 4-ാം നൂറ്റാണ്ടിൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഈ തൂൺ നൂറ്റാണ്ടുകളായി വെയിലും മഴയും ഏറ്റിട്ടും തുരുമ്പിക്കാതെ നിലനിൽക്കുന്നു എന്നത് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരെയും ലോഹവിദഗ്ധരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. പുരാതന ഇന്ത്യയിലെ ലോഹ സംസ്കരണ വിദ്യയുടെ മികവിനുള്ള ഉത്തമ ഉദാഹരണമാണിത്. അലാവുദ്ദീൻ ഖിൽജി കുത്തബ് മിനാറിനേക്കാൾ ഇരട്ടി ഉയരത്തിൽ നിർമ്മിക്കാൻ വിഭാവനം ചെയ്ത ഗോപുരമാണ് അലൈ മിനാർ. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം ഇതിന്റെ നിർമ്മാണം പൂർത്തിയായില്ല. ഖുവത്തുൽ ഇസ്ലാം മസ്ജിദിന്റെ തെക്ക് ഭാഗത്തുള്ള പ്രധാന കവാടമാണ് അലൈ ദർവാസ. ചുവന്ന മണൽക്കല്ലും
വെളുത്ത മാർബിളും ഉപയോഗിച്ചുള്ള മനോഹരമായ കൊത്തുപണികൾ ഇവിടെ കാണാം. സുൽത്താൻ ഇൽത്തുമിഷിൻ്റെ ശവകുടീരവും ഈ സമുച്ചയത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കുത്തബ് മിനാറും പരിസരവും ഹിന്ദു ജൈന ശില്പകലകളുടെയും ഇസ്ലാമിക ആർക്കിടെക്ചറിൻ്റെയും ലയമായ അപൂർവ പൈതൃക മേഖലയാണ്. ഇന്ത്യയിലെ മുസ്ലിം ആധിപത്യത്തിൻ്റെ തുടക്കവും ശക്തമായ സംസ്കാര പരിഷ്കാരവും പ്രതിനിധീകരിക്കുന്നതാണ് കുത്തബ് മിനാർ. അതിൻ്റെ ആർക്കിടെക്ചറൽ ഭംഗി, കലാസാംസ്കാരിക മഹത്വം, ശില്പസൗന്ദര്യം എന്നിവ ലോകമാകെയുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. ഇന്ന് ഇത് ഇന്ത്യയിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. കുത്തബ് മിനാർ അതിൻ്റെ അതുല്യമായ ഘടനയും ശില്പകലാ പാരമ്പര്യവും കൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലെ സുവർണ അധ്യായമായി തുടർന്ന് നിലനിൽക്കുന്നു. കുത്തബ് മിനാർ ഡൽഹിയിലെ ഖിലാജി, മംലൂക്ക്, തുഗ്ലക് തുടങ്ങിയ സുൽത്താൻമാരുടെ കാലഘട്ടത്തെ ആർക്കിടെക്ചറൽ കഴിവുകൾ പ്രതിനിധീകരിക്കുന്നു. ഇന്ത്യയിലെ മുസ്ലിം ആധിപത്യത്തിൻ്റെ ആദ്യഘട്ട സ്മാരകങ്ങളിൽ ഒന്നായതിനാൽ ഇതിന് വലിയ ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. കുത്തബ് മിനാർ ചുവപ്പു മണൽക്കല്ലും പഞ്ചലോഹ ശിലകളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗോപുരത്തിൻ്റെ പുറം ഭാഗത്തു നിന്നും താഴേക്ക് ഖുറാൻ വാക്യങ്ങളും സങ്കീർണമായ കൊത്തുപണികളും വളരെ മനോഹരമായി തെളിയുന്നുണ്ട്. ഓരോ നിലയ്ക്കും പ്രത്യേകം ബാൽക്കണികളും അതിനു ചുറ്റുമുള്ള അലങ്കാരങ്ങളും ആ കലയെ ആകർഷകമാക്കുന്നു. കുത്തബ് മിനാറിൻ്റെ ആകൃതി അഫ്ഗാൻ ശൈലിയിൽ തുടക്കം കുറിച്ചുവെങ്കിലും ഇന്ത്യൻ ശില്പകലയുടെ സ്വാധീനവും അതിലുണ്ട്. അതിലൂടെ ഹിന്ദു ഇസ്ലാമിക കലാ സാംസ്കാരിക മൈത്രി പ്രകടമാകുന്നു. ഇന്ന് കുത്തബ് മിനാർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെടുന്ന സ്മാരകങ്ങളിൽ ഒന്നാണ്. പതിവായി ദേശീയ അന്തർദേശീയ വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു. ചരിത്രത്തിൽ പ്രാധാന്യമുള്ള ഈ സ്മാരകത്തിന് സമീപം ഇന്ത്യയുടെ കലാസാംസ്കാരിക വൈഭവം കൂടി അനുഭവപ്പെടുന്നതായിരിക്കുന്നു. മുസ്ലിം ഭരണത്തിൻ്റെ തുടക്കം മുതൽ വിവിധ കാലഘട്ടങ്ങളിലെ ഭരണാധികാരികളുടെ കലയെക്കുറിച്ചുള്ള അറിവ് നേടാൻ കുത്തബ് മിനാർ ഏറെ സഹായകമാണ്. അതിനാൽ തന്നെ കുത്തബ് മിനാർ ഒരു ചരിത്ര സ്മാരകം എന്നതിനേക്കാൾ കൂടുതലായി അറിയപ്പെടുന്നത് ഒരു സംസ്കാരത്തിൻ്റെ അന്തസ്സായ പ്രതീകമായാണ്. ഡൽഹിയുടെ പ്രൗഢി വിളിച്ചോതുന്ന ഈ സ്മാരകം ഇന്നും ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നാണ്.